ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നമ്മൾക്ക് കേക്ക് ഡെക്കറേഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 1 kgൻ്റെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 kg കേക്ക് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പൈപ്പിംബിലേക്ക് മാറ്റി കൊടുത്ത ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഞാനൊന്ന് ചുറ്റിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ലെയർ ഇതേപോലെ വരച്ചു കൊടുക്കുക. നിങ്ങൾ ഫ്ലവറിൻ്റെ എല്ലാം എന്താ സ്റ്റെമ്മ് വരുന്ന പോലെയാണ് ഇപ്പം നമ്മളത് വരച്ചു കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക, വലിയ ഹോൾസ് ഇട്ട് കൊടുക്കരുത്. ചെറിയ ഹോൾസ് ഹോൾസാക്കി കട്ട് ചെയ്ത ശേഷം ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഫ്ലവർ വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ റെഡ് കളർ ഒരു ഡ്രോപ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി അതിൽ ഫ്ലവർ നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഇതേപോലെ വരച്ചു കൊടുത്ത് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആ സ്റ്റെമ്മിന് ചുറ്റിലും നമ്മൾ ഫ്ലവർ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 4-5 ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ ഫ്ലവർ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. റെഡ് വെൽവെറ്റ് കേക്കിങ്ങിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലവർ എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറിലുള്ള ക്രീം കൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫ്ലവറിൻ്റെ അടുത്ത് ഇതേപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഫ്ലവറിൻ്റെ മുട്ട് പോലെ വരും. നമ്മളതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഫ്ലവറിനുള്ള ആ ഒരു മുട്ട് പോലെ നമുക്ക് കിട്ടും. അത് ഞാൻ ചുറ്റിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലീഫ് വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നിന്ന് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ലീഫ് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതാണ് ഞാനിപ്പോൾ അതിലാണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ നോസിൽ ചെയ്യുന്നില്ല. ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്ത ശേഷം എല്ലാ ഫ്ലവറിലും ഇതേപോലെ നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഫ്ലവർ വരച്ച അതേ ക്രീം ഉപയോഗിച്ച് ഞാനൊരു വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഗ്രീൻ കളറിൽ മുട്ട് പോലെ വരച്ചതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് മുകളിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വെച്ച ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതേപോലെ എല്ലാത്തിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.